കോമൺ ഒരു സംരക്ഷണം ആവശ്യമുള്ള മേഖല നിർത്താം. അതുകൊണ്ട് 26/12 ഉത്തരവ് നിലനിൽക്കുമെന്ന് അർത്ഥമുണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് പൊതുവായി ഈ 26 ഇറക്കിയിരിക്കുന്ന ഉത്തരവ് സാക്ഷി ചെയ്യുന്നു. ഞങ്ങൾ സമ്മതിച്ചു. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെയോ ഒരിക്കലും അതിന് കഴിയില്ല. അതുതന്നെയാണ് സഭയിൽ കണ്ടത്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ നമ്മോട് പറയുന്നത് ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് മന്ത്രി. അതോടൊപ്പം തന്നെ നേരത്തെ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അത് സഭയിൽ പറയുകയും ചെയ്തു. പക്ഷേ സമ്മതിച്ചു കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറല്ല. അതാണ് സഭയിൽ കണ്ടത്. ജനദ്രോഹപരമായ നടപടികളില്ല. ഏത് രംഗത്തും നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഈ വിഷയത്തെക്കുറിച്ച് ഇന്നീ ഒരു ചർച്ച ഉണ്ടാകാതിരിക്കട്ടെ, ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കട്ടെ. 26/12/24 ഉത്തരവാണ് ഇതിന്റെ തടസ്സമെങ്കിൽ ആ ഉത്തരവ് അല്ല ഇനി വരുന്നത്. ജനങ്ങൾക്ക് അതിലൂടെ ആശങ്കകളും അതിൻ്റെ വ്യാഖ്യാനവും സദുദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നതെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ആ കാര്യത്തിൽ മാറ്റം വരുത്തുന്നു. ഉചിതമായ തീരുമാനം കൂടിയാലോചിച്ച് ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്തതും ബുദ്ധിമുട്ടില്ലാത്തതും വിധത്തിൽ ആ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഡാമുകളെ സംരക്ഷിക്കാനും ഉതകുന്ന വിധത്തിൽ നമുക്ക് രൂപപ്പെടുത്താം. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സാറേ, ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. മന്ത്രി ഇത് മോഡിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ബാക്കിയെല്ലാം സംസാരിച്ചതൊക്കെ ബാക്കിയുള്ള പട്ടയ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. കാരണം കേരളത്തിൽ ഈ ഡാമുകളെല്ലാം നിലവിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി? അർത്ഥം 26/12/24 ഉത്തരവ് തന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. മതിയായ ആലോചനകളോടുകൂടി ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അതിന്റെ കാരണം നാളിതുവരെ കേരളത്തിൽ ഈ പറയപ്പെടുന്ന ഏരിയയിൽ ഒരു നിർമ്മിതിക്കുള്ള അപേക്ഷ പോലും ഇല്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ MLA-മാരായിട്ടും കൂടി വേണമെങ്കിൽ കൂടിയാലോചിച്ച് നമുക്ക് കോമൺ ഒരു സംരക്ഷണം ആവശ്യമുള്ള മേഖല നിർത്താം. അതുകൊണ്ട് 26/12 ഉത്തരവ് നിലനിൽക്കുമെന്ന് അർത്ഥമുണ്ടാകേണ്ട കാര്യമില്ല. അണക്കെട്ട് പ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കാൻ, കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതിൽ ചില പോരായ്മകളുണ്ട്. അത് പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് മന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ നേരത്തെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നു. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA-മാർ, ഈ പ്രദേശങ്ങൾ താമസിക്കുന്ന MLA-മാർ, അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു പൊതുധാരണയിലെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു നോംസ് വേണമല്ലോ. ആ നോംസ് തയ്യാറാക്കാൻ ഇപ്പോൾ ഇറക്കിയ ഉത്തരവിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അത് സ്ക്വാഷ് ചെയ്യാൻ, അത് റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷത്തോടും മന്ത്രി റോഷി അഗസ്റ്റിൻ പക്ഷെ കേൾക്കാൻ തയ്യാറല്ല പ്രതിപക്ഷ നേതാവ്. കാരണം ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ സഭയിൽ പറയണമെന്ന്. ആ പ്രസംഗം പൂർത്തീകരിക്കുന്നത് വരെ സമ്മതിക്കില്ല എന്നാണ് വി.ഡി. സതീശന്റെ നിലപാട്, പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. പക്ഷേ റോഷി അഗസ്റ്റിൻ വിട്ടുകൊടുത്തില്ല. അദ്ദേഹം ആവർത്തിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം സമ്മതിച്ചു ഓക്കെ എന്ന് പറഞ്ഞ് ഇരിക്കേണ്ടി വരുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് പിന്നീട് കണ്ടത്. അതും കൂടി കാണാം. ഈ 10 സെന്റിൽ താഴെയുള്ള ഒരാൾക്ക് അവിടെ പിന്നെ എവിടെ പോയി വീട് വയ്ക്കും? ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ൊന്നും എതിരായിട്ടുള്ള സമീപനമല്ല ഞാനിവിടെ സംസാരിച്ചത്. 10 സെന്റിൽ ഭൂമി വെക്കുന്നതിനെ കുറിച്ചുള്ള തടസ്സത്തെക്കുറിച്ചും ബാധകമല്ല. അവിടെയാണല്ലോ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചത് 10,000-കണക്കിന് കുടുംബങ്ങൾക്ക്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ് ഡാം സേഫ്റ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന സബ്ജക്റ്റ് ഇല്ലാതെ പോയി. അപ്പോൾ ഒരു ഗ്യാപ്പ് നിന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു നോംസ് വേണം. ഇപ്പോൾ PWD റോഡാണെന്നിരിക്കട്ടെ. PWD റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം പട്ടയഭൂമിയാണെങ്കിലും കെട്ടിട നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ PWD നോംസിൻ്റെ NOC-ക്ക് അടിസ്ഥാനത്തിലല്ലേ കൊടുക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു കണ്ടീഷൻ വേണമല്ലോ. അത് നമുക്ക് പറയട്ടെ, അത് എന്തെങ്കിലും നമുക്ക് ആലോചിക്കാം. അതിനെക്കുറിച്ച് തർക്കമില്ല. പിന്നെ കേരളത്തിലെ എല്ലാ ഡാമുകളും ഒരേ സ്ഥിതിയിലല്ലല്ലോ. പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും വിഷയങ്ങളും പല വിധത്തിൽ ബാധിക്കും. അതുകൊണ്ട് പൊതുവായി ഈ 26 ഇറക്കിയിരിക്കുന്ന ഉത്തരവ് സാക്ഷി ചെയ്യുന്നു. എന്താണ് വേണ്ടത്? ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ആശങ്കയില്ലാതെ ചെയ്യുന്നതിന് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നേരെ വെച്ചത് അതിൻ്റെ പേരിലാണ്. ആക്ട് പോയപ്പോൾ നമുക്ക് മറ്റൊന്നില്ല. അപ്പം അതിനൊരു കൺസേൺ വേണമല്ലോ എന്തെങ്കിലും.
അങ്ങനെ ഒരു നിലയില്ലാതെ ഇന്ന് ഒരിടത്തും നിർമ്മാണം നടക്കുന്നില്ലല്ലോ. ഇതിനോട് ഒരു വിയോജിപ്പുമില്ല. ഗവൺമെന്റ് തത്വത്തെ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുക മാത്രമാണ് ചെയ്തത്. ഒരാശയവും കുഴപ്പം ഉണ്ടായ സ്ഥിതിയിൽ അത് പരിശോധിക്കാനും തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശരി, ഇത് ഉള്ള പ്രോബ്ലം ഇങ്ങനെ ഒരു ഓർഡർ നിലനിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രായോഗിക കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ ഓർഡർ നിലനിൽക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാർ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഒരു ഉറപ്പ് വന്നാൽ മതി, ഈ ഓർഡർ പിൻവലിക്കും എന്നൊരു ഉറപ്പ് വന്നാൽ മതി. അല്ലേ? പറഞ്ഞില്ല പറഞ്ഞാൽ മതി അല്ലേ? ബഹുമാനപ്പെട്ട ശ്രീ അദ്ദേഹം സംസാരിക്കട്ടെ. 12-24 ഇറക്കിയ ഉത്തരവ് ആശങ്കകളും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നതാണെന്ന് ബോധ്യം വന്ന സ്ഥിതിയിൽ ആ ഉത്തരവ് നടപ്പാക്കിയാല. അതിനനുയോജ്യമായ കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചെയ്യാം. ഇത് രണ്ടും നേരത്തെ പറഞ്ഞതാണ്. സാർ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ അത് പരിഷ്കരിക്കുമെന്ന് പറഞ്ഞത്. ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ, അത് നടപ്പാക്കില്ലെന്ന്. ഉത്തരവ് പിൻവലിക്കണം. ആ ഉത്തരവ് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഗവൺമെന്റ് ഇഷ്യൂ ഉത്തരവ് പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? ഞങ്ങൾ സമ്മതിച്ചു. ഓക്കെ, ഓർഡർ.